ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള സിലബസാണിത്. വിദ്യാഭ്യാസ സ്ഥാപനം എന്നല്ല, മനുഷ്യന് വേണ്ട സിലബസാണത്. ഒരു 10 ക്വാളിറ്റിയാണ് പറയുന്നത്. ഈ 10 വിത്തുകൾ നമ്മളൊരു കുട്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അവന് സംഭവമായി മാറും. നമ്മുടെ പാഠ്യപദ്ധതിയിൽ വരേണ്ട കാര്യങ്ങളാണ്. അതിൽ 5 വളരെ ബേസിക്കാണ്, 2 കൂടെ ഉണ്ടെങ്കിൽ അഡ്വാൻസ്ഡായി, ബാക്കി 3 കൂടി ഉണ്ടെങ്കിൽ പൂർണ്ണമായി. അപ്പോൾ നമുക്ക് പറയാം. ഒന്നാമത്തത് മേഴ്സിയാണ്. മേഴ്സി എന്ന് പറഞ്ഞാൽ കാരുണ്യം. മനുഷ്യൻ്റെ ക്വാളിറ്റി നമ്മൾ ബുദ്ധിയിലാണ് അളക്കുന്നത്, അവൻ്റെ ബുദ്ധി സാമർഥ്യം കൊണ്ടാണ്. എന്നാണോ നമ്മൾ മേഴ്സിയെ മനുഷ്യ നന്മയുടെ ക്രൈറ്റീരിയ ആയിട്ട് അംഗീകരിക്കുന്നത്, അന്നേ നമ്മൾ രക്ഷപ്പെടുള്ളൂ. കാരുണ്യമില്ലെങ്കിൽ അവൻ മനുഷ്യനല്ല. മനുഷ്യൻ്റെ നന്മ അളക്കപ്പെടുന്നത് കാരുണ്യത്തിലാണ്. അതുണ്ടായിക്കഴിഞ്ഞാൽ സത്യസന്ധതയും നിഷ്കളങ്കതയും ആത്മാർത്ഥതയും എല്ലാം കടന്നു വന്നോളും. പെട്ടെന്ന് പറയാം. രണ്ടാമത്തെ സാധനം എന്താ? സന്തോഷമാണ്. ഹാപ്പി ഇല്ലെങ്കിൽ പിന്നെന്ത് ജീവിതം അല്ലേ? ബാക്കിയെല്ലാം വേസ്റ്റാണ്. നമ്മുടെ ജോബ്, നമ്മുടെ ബാക്കിയുള്ള അധ്വാനങ്ങളും ടൈമും ലൈഫ് തന്നെ വേസ്റ്റാണ് ഹാപ്പി ഇല്ലെങ്കിൽ. സന്തോഷം എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായി കിടക്കുന്ന ഒരു ഏരിയയാണ്. അത് നമുക്ക് മെറ്റീരിയലായ സംഗതികൾ കൊണ്ട് സന്തോഷം ഉണ്ടാവും. വിദ്യാഭ്യാസത്തിനും അതുപോലെ ചികിത്സക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ നമുക്ക് പണവും സൗകര്യങ്ങളുണ്ടെങ്കിൽ സന്തോഷം ഉണ്ടാവും. അതിനപ്പുറം നമുക്ക് നോളേജ് കൊണ്ടുണ്ടാകുന്ന മനസ്സിൽ ചിന്തകളുടെ ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതിരിക്കുമ്പോൾ ശാന്തി ഉണ്ടാവും. ഫിയർലെസ് സ്റ്റേജിൽ നമുക്ക് സമാധാനം ഉണ്ടാവും. കരുതിയ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി ഉണ്ടാവും. ആത്മീയമായ മറ്റു താത്വികമായ നോളജുകളെ കൊണ്ട്, ജ്ഞാനം കൊണ്ട് ആനന്ദം ഉണ്ടാവും. അങ്ങനെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു വിശാലമായി കിടക്കുന്ന ലെയറായിട്ടുള്ളൊരു സാധനമാണ്. ഏതായാലും മനസ്സിലായല്ലോ സാധനം. ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ലൈഫിലെ ഏറ്റവും പ്രാധാന്യമുള്ളൊരു സാധനമാണ്. മൂന്നാമത്തെ തൂണെന്ന് പറയുന്നത് ഹെൽത്താണ്, ആരോഗ്യമാണ്. അത് ഒന്നാമത്തതിനോളം പ്രാധാന്യമുണ്ട്. കാരണം ആരോഗ്യം ഇല്ലെങ്കിൽ നമുക്ക് ബാക്കി ഒന്നും ആസ്വദിക്കാൻ കഴിയില്ല, വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല. അപ്പോൾ ശാരീരിക മാനസികമായൊരു ഫ്ലെക്സിബിലിറ്റി, നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ആ ഒരു സ്ട്രെങ്ത്ത്, അതുപോലെ നമ്മുടെ മെയ്വഴക്കം, ഇമ്മ്യൂണിറ്റി ഒക്കെ അടങ്ങുന്ന നമ്മുടെ ബോഡി, ശരീരവും മനസ്സും ഹെൽത്തി ആയിരിക്കുക എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട അറിവുകൾ കിട്ടുക എന്നുള്ളതാണ് മൂന്നാമത്തെ. പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ധൈര്യമാണ്. ഒരു മനുഷ്യനെ വിജയിപ്പിക്കുന്നൊരു ഘടകമാണ് ധൈര്യം, ആത്മവിശ്വാസം, കോൺഫിഡൻസ്, ആർജവം. ആളുകളോടൊക്കെ എന്തും തുറന്നു പറയാനും ഏത് ഉന്നത തലത്തിലുള്ള വ്യക്തികളോടും സംസാരിക്കാനും ഒക്കെയുള്ള ഒരു പക്വത, ആ ഒരു ധൈര്യം, കോൺഫിഡൻസ്. ഇതാണ് നാലാമത്തെ. പിന്നെ അഞ്ചാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിസാമർഥ്യമാണ്. അഞ്ചാമത്തെ ക്വാളിറ്റി, അഞ്ചാമത്തെ വിത്ത്. അതിൽ ചിന്താശേഷി, അതുപോലെ അനലിറ്റിക്കൽ കപ്പാസിറ്റി, റാഷണൽ തോട്ട്സ്, ഗ്രാഹ്യത, ഒരു കാര്യം പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള, പിന്നെ മെമ്മറി പവർ, അതുപോലെ പ്രകടനശേഷി, നമുക്ക് പഠിച്ച കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ, പരീക്ഷയിലും അല്ലാതെ എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു കഴിവ്. ഇങ്ങനെ പരന്ന് കിടക്കുന്ന ബുദ്ധി സാമർഥ്യം എന്ന് പറഞ്ഞ ക്വാളിറ്റിയാണ് അഞ്ചാമത്തെ. ഇതാണ് 5 ബേസിക് സാധനങ്ങൾ. പിന്നെ ആറാമത്തെ കാര്യമാണ് സംസാരശേഷി എന്നുള്ളത്. വാക്കുകളിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അതിലുള്ള സ്ഫുടത, അതുപോലെ വ്യക്തത, കൃത്യത, വാചാലത, ഫ്ലെക്സിബിലിറ്റി, ആശയ ഗാംഭീര്യം, ഇങ്ങനെയൊക്കെയുള്ള സംസാരശേഷിയാണ് ആറാമത്തെ കപ്പാസിറ്റി. അതിൽ ആകർഷണീയമായ സംസാരം, വശ്യത. ഏഴാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത്, വിത്ത് എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റിയാണ്. ക്രിയേറ്റിവിറ്റി പറഞ്ഞാൽ പൊയറ്റിക്കായൊരു സൈഡുകൊണ്ട് ഒരു ബിസിനസ് ഏരിയ ഉണ്ട്. അഥവാ കാൽപ്പനികമായ ഒരു കവിത്വമുള്ള ഒരു അവസ്ഥ, ഒരു രചനാത്മകമായ അല്ലെങ്കിൽ സർഗാത്മകമായിട്ടുള്ള കഴിവുകൾ, ഒരു കാവ്യാത്മകമായ ഒരു സാധനം, ഒരു ഭാവനാശേഷിയൊക്കെ ഉള്ള ഒരു സാധനം. അല്ലെങ്കിൽ ബിസിനസ് ഐഡിയാസ്, പ്ലാനുകൾ, പ്രൊജക്റ്റ്, ഇങ്ങനെ പോകുന്ന ഒരു ശേഷി. ഇതൊക്കെ ക്രിയേറ്റിവിറ്റിയിൽ പെടുന്നതാണ്. നമ്മുടെ സോഷ്യൽ മീഡിയ പെർഫോമൻസ് ഒക്കെ ക്രിയേറ്റിവിറ്റി പെടുന്ന സാധനമാണ്. പിന്നെ എട്ടാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനുണ്ടാവേണ്ടത് ഹൃദയ വിശാലതയാണ്, ഹൃദയ ചൈതന്യമാണ്. അതുണ്ടാകുമ്പോഴാണ് നമ്മുടെ മുഖ ചൈതന്യവും മുഖപ്രസന്നതയും എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ഒരു കപ്പാസിറ്റിയും ലൈഫിനെ തന്നെ സമഗ്രമായി ഹോളിസ്റ്റിക്കായിട്ട് കാണാനൊക്കെ ഉള്ള ഒരു സാധനം ഇവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ 8 പറഞ്ഞു. പിന്നെ 9ാമത്തെ കാര്യം എന്ന് പറയുന്നത് സമ്പന്നതയാണ്. സമ്പന്നത എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലേക്ക് പെട്ടെന്ന് വരിക പൈസയാണ്. അതിൽ പണം, പ്രശസ്തി, അധികാരം, ആസ്വാദനങ്ങൾ, അതുപോലെ അലങ്കാരങ്ങൾ, അനുയായികൾ, ഇതൊക്കെ ഈ സമ്പന്നതയിൽപ്പെട്ടതാണ്. നമ്മൾ സമ്പന്നതയ്ക്ക് വേണ്ടിയിട്ട് കൊതിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ പ്രകൃതത്തോട് ഏതാണ് യോജിച്ചെങ്കിൽ നമ്മളിലേക്ക് വരും. പണമാണെങ്കിൽ പണം, പ്രശസ്തിയാണെങ്കിൽ പ്രശസ്തി. ഇത്തരത്തിൽ ആന്തരികമായ അതുപോലെ ബാഹ്യമായിട്ടുള്ള സമ്പന്നതയാണ് നമ്മൾ ചോദിക്കേണ്ടത്. പണമോ എന്തോ പ്രശസ്തിയൊക്കെ അതിൻ്റെ പിന്നാലെ വന്നോളൂ, നമ്മൾ കൊതിക്കേണ്ട ആവശ്യമില്ല. അത് ഐശ്വര്യം ഉണ്ടെങ്കിൽ പണം ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മൾ എന്തായിരിക്കും? ഓക്കെ ആയിരിക്കും. 10ാമത്തത് ബമ്പർ സാധനമാണ്, സ്പിരിച്വാലിറ്റിയാണ്. 10ാമത്തെ ക്വാളിറ്റി സ്പിരിച്വാലിറ്റി എന്നൊരു സ്പിരിച്വൽ എനർജി, ഒരു സ്പിരിച്വൽ വൈബ്, അഥവാ ഒരു ദൈവിക അനുഗ്രഹം പോലെ നമ്മൾ പൊതിഞ്ഞ് നിൽക്കുന്ന ഒരു പരിശുദ്ധി, ഒരു വൈറ്റൽ ഓറാന്നോ, ഒരു എനർജി നമ്മുടെ ഉള്ളിലും പുറത്തുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ. നോളേജ് കൊണ്ടും പരിശീലനങ്ങളെ കൊണ്ടും നമ്മിൽ വരേണ്ട ഒരു എനർജിയാണ്. അത് മനുഷ്യന് വരുന്നതോടുകൂടി അവൻ എന്തായി ധന്യനായി മാറി. ഈ സാധനങ്ങളാണ്, ഈ 10 വിത്തുകളാണ്
മനുഷ്യൻ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയുടെ ശിലകൾ എന്ന് പറയുന്നത്.